ആഗോള വിപണിയെ രക്ഷിച്ചത് ആരാണ്? ഇന്ത്യയാണ് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഇന്ത്യയുടെ ഇറക്കുമതി ആഗോള വിപണികളെ സ്ഥിരതയുള്ളതാക്കി എന്ന് പറയുന്നു. എന്ത് ഇറക്കുമതിയാണ് ആഗോള വിപണികളെ സ്ഥിരതയുള്ളതാക്കിയത് എന്ന് നമുക്ക് നോക്കാം. അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. ആ എണ്ണ വാങ്ങുന്നതിനാണ് ഇപ്പോൾ അമേരിക്ക 50% തീരുവ ചുമത്തുകയും ഇന്ത്യയെ ആവർത്തിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നത്. ട്രംപിന്റെ സഹായി പീറ്റർ നവാറോ പോലും യുക്രൈൻ സംഘർഷം യഥാർത്ഥത്തിൽ മോദിയുടെ യുദ്ധം ആണെന്നാണ് അവകാശപ്പെട്ടത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ വാങ്ങുകയും റഷ്യൻ കമ്പനികളുമായി പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ അത് ശുദ്ധീകരിക്കുകയും പിന്നീട് ലോകത്തിലെ മറ്റു ഭാഗങ്ങൾക്ക് ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു. ഈ പണം റഷ്യയെ യുക്രൈനിലെ യുദ്ധത്തിന് സഹായിക്കുന്നു എന്നാണ് ഇയാളുടെ അവകാശവാദം. യഥാർത്ഥത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിലൂടെ ഇന്ത്യ ഒരു ആഗോള പ്രതിസന്ധിയാണ് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ആഗോള രാജ്യങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതേസമയം വ്യവസായ വൃത്തങ്ങൾ നിരവധി വസ്തുതകൾ ഉദ്ധരിച്ചാണ് ഈ എല്ലാ നുണകളും നിരാകരിക്കുകയും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ ആഗോളതലത്തിൽ സംഗതി എത്ര ഭയാനകരമാകുമെന്ന് പറയുകയും ചെയ്തത്. റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നതിലൂടെ ഇന്ത്യ ഒരു ആഗോള പ്രതിസന്ധി ഒഴിവാക്കിയതായി വൃത്തങ്ങൾ പറയുന്നു. ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് 200 രൂപ കടക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. എന്തായാലും ഇന്ത്യയുടെ ഇറക്കുമതി ആഗോള വിപണികളെ സ്ഥിരതയിലെത്തിക്കുകയും റഷ്യയ്ക്ക് സാമ്പത്തിക ഉത്തേജനം നൽകുന്നതിന് പകരം ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് ഇന്ധനവില സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്തുവെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഒരു റിപ്പോർട്ട് പറയുന്നു. US ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെല്ലൻ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര വ്യക്തികളും ഈ നീക്കത്തെ പ്രശംസിച്ചിട്ടുണ്ട്. റഷ്യൻ എണ്ണ ആഗോള വിപണിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കപ്പെടുമെന്ന ഭയം ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർത്തിയിരുന്നു. 2022 മാർച്ചിൽ അതിൻ്റെ വില ബാരലിന് $137 അതിനുശേഷം റഷ്യ എണ്ണ വാങ്ങിയതാണ് ഇന്ത്യ ആഗോള സാഹചര്യം കൈകാര്യം ചെയ്യുന്നത്. വാർത്താ ഏജൻസികൾ പറയുന്നത് നിയമങ്ങൾക്കനുസൃതമായി ഇന്ത്യ എണ്ണ വാങ്ങിയിട്ടുണ്ട്, ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്നുകൂടെയാണ്. എന്തായാലും ഈ ആഴ്ച ആദ്യം ട്രംപിൻ്റെ സഹായി പീറ്റർ നവാരോ നൽകിയ ഒരു അഭിമുഖത്തിൽ ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നതിലൂടെ റഷ്യ സഹായിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്ത്യ ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ അമേരിക്കൻ താരിഫുകളിൽ 25% കിഴിവ് ഉടൻ ലഭിക്കും. യുക്രൈനിൽ സമാധാനത്തിലേക്കുള്ള പാത ഇന്ത്യയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും അയാൾ പറയുന്നുണ്ട്. എന്തായാലും ഈ എണ്ണ വാങ്ങിക്കുന്നതിന് അമേരിക്കയുടെ ഡോളർ അല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളതും അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.